ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹംസത്ത് ഗ്രാഫ്റ്റ് ചെയ്ത കുറച്ച് ബോഗൻവില്ല ചെടികളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് കണ്ടു നിങ്ങൾ, അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒക്കെ ഒരു വണ്ണം ബോഗൻവില്ലൻ്റെ. അപ്പോൾ ഇതിമലൊക്കെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോഗൻവില്ലൻ്റെ സ്റ്റെമ്മുകൾ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും വീട്ടിൽ വെട്ടി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഹംസത്ത് പോയിട്ട് കൊണ്ടുവരും. അതായത് വലിയ നല്ല വണ്ണമുള്ള മരങ്ങളേക്കാരം അതൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ കത്തി വെച്ചിങ്ങനെ വെട്ടിയിട്ട് അതിൻ്റെ അടയാളങ്ങൾ വന്നിക്കണുണ്ടല്ലേ, ഇതൊക്കെ അവനക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൻ അതിൻ്റെ നല്ല വണ്ണമുള്ള സ്റ്റെമ്മൊക്കെ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ഒരു മരത്തിൻ്റെ തന്നെ 3-4 പീസാക്കിയിട്ടാണ് അവൻ കുഴിച്ചിടണം കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ഇതാ അവൻ്റെ വാപ്പ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പേരക്കൻ്റെ മരമാണ്, അടക്കാപ്പഴം എന്ന് പറയില്ല, അതിൻ്റെ മരത്തിമൊന്ന് ഞാൻ പറിച്ചതാണ് കേട്ടോ. ഇത് കണ്ടെങ്കിൽ ഇതിങ്ങനെ വലുതാവും തോറും ഓന് കമ്പി വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. കാരണം ഇതിൻ്റെ ഓരോ കമ്പ് വരുമ്പോഴും ഇങ്ങനെ റൗണ്ട് ചെയ്യാണ് കേട്ടോ. കമ്പി അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അതിലവന് കുറച്ചിട്ട് കഴിയുമ്പോൾ അവനക്ക് ഗ്രാഫ്റ്റ് ചെയ്യുക വെച്ചിട്ടാണ്. അതേപോലെ പഴയ തെങ്ങ് വെട്ടിയിട്ടത് അതിൻ്റെ ഉള്ളൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് തീയിട്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ റെഡിയാക്കിയിട്ട് അതിലും ബോഗൻവില്ല വെക്കുന്നുണ്ട്. അതേപോലെ അവൻ്റെ വീട്ടിൻ്റെ ഓരോ സൈഡാണത്. ഒരുപാട് ബോഗൻവില്ലൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് കൊടുന്നിട്ട് അവന് പൊടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചിലതിലൊക്കെ വേരുണ്ടാവും അറിയും. ഇത് കിളിക്കൂടിൻ്റെ ഉള്ളത്തെ ഒരു ബോഗൻവില്ലയാണ്. പക്ഷെ അവനിപ്പോൾ അത് വെട്ടിയെടുത്ത് ചട്ടിയിൽ വെച്ചിരിക്കുകയാണ്. നല്ല ഹൈറ്റ് ഉണ്ട്. ഹ്യൂമിഡിറ്റി നിർത്താൻ വേണ്ടിയിട്ട് വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ടാണ് അവനത് വളർത്തിയത്. ഓരോ കമ്പ് ബെഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ഹ്യൂമിഡിറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവന് കവർ ഇട്ടിട്ടാണ് ബോഗൻവില്ലൊക്കെ പിടിപ്പിക്കുന്നത് കേട്ടോ. അതേപോലെ വീട്ടിൽ അവനക്ക് ഒരു കളർ ഉണ്ടായിരുന്നു ബോഗൻവില്ല, അത് ഗേറ്റിൻ്റെ മേലേക്ക് പടർത്തിയിരിക്കണ്. അതിമ പോന് 4 കളറ് ഹൈബ്രിഡ് വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. 2-3 കളറ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. മറ്റേത് ഒറ്റ പിങ്ക് കളറേയും തോന്നണം അവൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. കണ്ടില്ല, ഇതാണ് കേട്ടോ. ഇതിലിപ്പോൾ വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ വേറൊരു കളറാണെന്നൊക്കെ അറിയില്ല, പിന്നെ ഒരു പിങ്ക് ഉണ്ട്. പൂക്കൾ വിരിയണതേ ഉള്ളൂ. അപ്പം അതിൻ്റെ മേലൊക്കെ നല്ല ഭംഗിയിലാണ് ഓൻ ഓരോന്നും പിടിപ്പിച്ചിട്ടുള്ളത്. അവൻ്റെ കൂടെ അവൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ടാവും കേട്ടോ. അതേപോലെ അവർക്ക് ഇങ്ങനെ ബോഗൻവില്ലൻ്റെ ചെടീനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അപ്പം ഞാനിങ്ങനെ ഒരു വീട്ടിൽ പോയപ്പം അവനെ കൊണ്ട് ഇടിപ്പിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് കണ്ടില്ല, അടുത്ത ബോഗൻവില്ലൻ്റെ സ്റ്റെമ്മുണ്ട്. എന്തോ ഒരു ഭംഗിയാണ്. ഒരൊറ്റ കളറേ ഉള്ളൂ. ഇനി അതേപോലെ എനിക്ക് ഒരുപാട് കളറ് പൊടിപ്പിക്കണം എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്. അതേപോലെ യുജീനിയൻ്റെ ഒരു പ്ലാന്റാണ് നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം.